വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ലോക്സഭയിൽ 3-ാം സീറ്റ് ആവശ്യം ഉന്നയിച്ച ലീഗിന് UDFിലെ ധാരണ പ്രകാരം രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതാണ്. സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിലുള്ള അന്തിമ ചർച്ച തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമായിരിക്കും നടക്കുക. രാജ്യസഭയിലേക്ക് പുതുമുഖത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പ്രാധാന്യം നൽകുകയാണിപ്പോൾ മുസ്ലിം ലീഗ്. PMA സലാമിനും യുവ നേതാക്കളായ PK ഫിറോസിനും ഫൈസൽ ബാബുവിനും പുറമെ CP ബാവ ഹാജി, അൻവർ അമീർ ചേലാട്ടിൽ, ഹാരിസ് ബീറാൻ തുടങ്ങിയ പേരുകൾ ലീഗിന് മുന്നിലുണ്ട്. കുറ്റിപ്പുറത്തു നിന്നുള്ള നേതാവ് CP ബാവ ഹാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. നിയമസഭയിലേക്ക് അവസരം കൊടുക്കാൻ കഴിയാതെ പോയ പ്രമുഖ വ്യവസായി കൂടിയായ ബാവ ഹാജിയെ പരിഗണിക്കണം എന്ന വികാരം ലീഗ് നേതൃത്വത്തിനുണ്ട്. സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ ഹാരിസ് ബീറാനാണ് ചർച്ചയിലുള്ള പേരുകളിലൊന്ന്. ഡൽഹിയിലെ KMCC നേതാവ് കൂടിയാണ് ഹാരിസ് ബീറാൻ. നിലവിൽ ഇന്ത്യൻ അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ അൻവർ അമീർ ചേലാട്ടിലിന്റെ പേരും പരിഗണനയിലുണ്ട്. അൻവർ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗവും ലീഗിന്റെ കുറ്റിപ്പുറം നിയോജക മണ്ഡലം ഭാരവാഹിയുമാണ്. സംസ്ഥാനത്തും ഗൾഫ് രാജ്യങ്ങളിലും മുസ്ലിം ലീഗിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന വ്യവസായ കുടുംബത്തിലെ അംഗം എന്ന നിലയിലുമാണ് ഡോക്ടർ അൻവർ അമീർ ചേലാട്ടിലിന്റെ പേര് ഉയർന്നു വന്നത്. PMA സലാമിന്റെ പേരുണ്ടെങ്കിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുകയല്ലേ ഉചിതം എന്ന ചോദ്യം പാർട്ടിക്ക് മുന്നിലുണ്ട്. ലോക്സഭയിലേക്ക് മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ രാജ്യസഭയിലേക്ക് ഒരു യുവാവിന് അവസരം നൽകണമെന്ന അഭിപ്രായവും ലീഗ് നേതൃത്വത്തിനുണ്ട്. യുവാക്കളിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ പേരാണ് മുന്നിലുള്ളത്. ഫിറോസിന് അവസരം നൽകണമെന്ന പൊതുവികാരം യൂത്ത് ലീഗിനുള്ളിലുമുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറി VK ഫൈസൽ ബാബുവിന്റെ പേരും പട്ടികയിലുണ്ട്. അതേസമയം രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ യൂത്ത് ലീഗിന്റെ ആവശ്യം പാണക്കാട് സാദിഖ് അലി തങ്ങളെ അറിയിക്കുമെന്ന് PK ഫിറോസ് പറഞ്ഞു. യൂത്ത് ലീഗിന്റെ ആവശ്യം കൂടി പരിഗണിച്ചായിരിക്കും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്ന് സാദിഖ് അലി തങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സീറ്റിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാകില്ല. രാജ്യസഭാ സീറ്റ് ആവശ്യം യൂത്ത് ലീഗ് നേരത്തെ ഉന്നയിച്ചതാണെന്നും PK ഫിറോസ് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന്റേതാണ് അവസാന വാക്കെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് യുവാക്കളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ലെന്നും നേരത്തെ അബ്ദുൾ സമദ് സമദാനി ഉൾപ്പെടെ രാജ്യസഭാംഗമായിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ പറയുകയുണ്ടായി. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുമെന്ന അഭ്യൂഹം പരന്നിരുന്നു. എന്നാൽ ഇക്കാര്യം അദ്ദേഹം തന്നെ നിഷേധിച്ചിരുന്നു. രാജ്യസഭയിലേക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കുകയായിരുന്നു. ആവശ്യത്തിന് എടുക്കാനുള്ള പണി ഇവിടെ ഉണ്ടെന്നും അതിൽ വ്യാപൃതനാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ലീഗ് ഇപ്പോൾ ആ ചർച്ചയിലേക്ക് കടന്നില്ല. തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ ആ ചർച്ചയിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനോട് അനുകൂലമായാണ് സംസ്ഥാന പ്രസിഡന്റായ സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചത്. രാജ്യസഭയിലേക്ക് താൽപ്പര്യമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ UDFിനെ അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് ലീഗിന്റെ പ്രധാന ദൗത്യം. അതിന് കുഞ്ഞാലിക്കുട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിലാണെന്നും തങ്ങൾ പറഞ്ഞു. അതേസമയം നിരവധി പേരുകളാണ് ലീഗിന്റെ രാജ്യസഭാ സീറ്റിലേക്ക് പറഞ്ഞു കേട്ടിരുന്നത്. സീറ്റ് മോഹവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PMA സലാം, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു, KM ഷാജി എന്നിവരുടെ പേരുകളാണ് സജീവമായി ഉയരുന്നത്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുടെ ചർച്ചയിലുള്ളത് PMA സലാമാണ്. സലാമിനോട് ലീഗിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. നിയമസഭയിലേക്ക് മത്സരിച്ചു കയറുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായതിനാൽ രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് PK ഫിറോസ്, ഫൈസൽ ബാബു എന്നിവരെയാണ്. MK മുനീർ അടക്കമുള്ള ലീഗിലെ കോഴിക്കോട് വിഭാഗം നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നത് KM ഷാജിയെയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ യൂത്ത് ലീഗ് യുവ നേതാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു.
അന്ന് ലീഗ് ഉന്നയിച്ച മൂന്നാം സീറ്റിൽ യുവത്വത്തെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടിരുന്നു. എന്നാൽ മൂന്നാം സീറ്റ് രാജ്യസഭയിൽ ഒതുങ്ങിയതോടെ യൂത്ത് ലീഗിന്റെ ഈ ആവശ്യം ഇപ്പോൾ പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിശ്വാസത്തിലാണ് യൂത്ത് ലീഗ് ഇപ്പോൾ സീറ്റിനായി നീക്കം നടത്തുന്നത്. അതേസമയം രാജ്യസഭയിലേക്ക് പുതുമുഖത്തിന് അവസരം നൽകണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. യൂത്ത് ലീഗ് അടക്കം ഈ ആവശ്യം നേരത്തെ ഉന്നയിച്ചതിനാൽ യുവാക്കൾക്ക് പരിഗണന നൽകിയുള്ള പുതുമുഖ പരീക്ഷണം നടത്താനാകും ലീഗ് നേതൃത്വം തീരുമാനമെടുക്കുക.